നമസ്കാരം. തിരുവനന്തപുരം സെൻട്രലിൽ, അതായത് പഴയ ഈസ്റ്റ് മണ്ഡലം, അവിടെ ശങ്കരനാരായണ പിള്ള എന്ന് പറയുന്ന കേരള കോൺഗ്രസ് എസ്സിലും കോൺഗ്രസ് എസ്സിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ്സിലൊക്കെ നിന്നിട്ടുള്ള 25 വയസ്സിൽ തിരുവനന്തപുരം DCC പ്രസിഡൻ്റായിരുന്ന ഇന്ദിരാഗാന്ധി വന്നപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം തർജ്ജമ ചെയ്തിട്ടുള്ള വളരെ വലിയ AK ആൻ്റണിയെ പോലെ ഇവിടൊപ്പം തന്നെ വളരെ വലിയ രീതിയിൽ വളർന്നു വരേണ്ടുന്ന ഒരു നേതാവായിരുന്നു ശങ്കരനാരായണ പിള്ള. അദ്ദേഹത്തിൻ്റെ പല കാരണങ്ങളാൽ ആദർശാത്മക ജീവിതവും പിന്നെ എടുത്തടിച്ചടക്കമുള്ള മറുപടി പറച്ചിലും ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ആയതുകൊണ്ട് അദ്ദേഹം മരിച്ചും പോയി, ട്രാൻസ്പോർട്ട് മന്ത്രിയൊക്കെ ആയി പോയി. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന അദ്ദേഹത്തെ പരിചയപ്പെടുത്തലല്ല, ആ ഈസ്റ്റ് മണ്ഡലത്തിലാണ് ഇപ്പോൾ നമുക്ക് ആര് വന്നിരിക്കുന്നത്, ആൻ്റണി രാജു മത്സരിച്ചത്. ആൻ്റണി രാജു VS ശിവകുമാറും അവിടെ നിന്നാണ് നേരത്തെ ജയിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിരുന്നു. നേരത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു ഈ ശിവകുമാർ. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിനും ആൻ്റണി രാജുവാണ് അവിടെ ജയിക്കുന്നത്. ആൻ്റണി രാജു ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് ഒരു പുതിയ, അതായത് PJ ജോസഫ് സാറിൻ്റെ കൂടെ നിന്നിട്ട് അവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്തുണ്ടായ ഒരു പാർട്ടിയാണ്, ഇടതുപക്ഷത്തിനോട് നിന്നിട്ട്. പക്ഷേ ഈ ആൻ്റണി രാജു ഒരു ജട്ടി കേസിൽപ്പെട്ട് ഇപ്പോൾ അവകാശിതനായി നിൽക്കുകയാണ്. ഹൈക്കോടതിയിൽ കേസ് അടക്കുകയാണ്. അതൊക്കെ എന്നെ തീർത്ത് വന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുമോ എന്നറിയില്ല. മത്സരിച്ചാലും ജയിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഇടതുപക്ഷത്തിൽ നിൽക്കുമ്പോൾ വലതുപക്ഷത്തിൽ VS ശിവകുമാറിന് നെയ്യാറ്റിൻകരയിലോ പാറശാലയിലോ ഒക്കെ സീറ്റ് കൊടുക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിൽ, നെയ്യാറ്റിൻകര ആയിരിക്കും, കാര്യം ശിവകുമാറിൻ്റെ നാട് നെയ്യാറ്റിൻകരയാണ്, കൊടുക്കാമെന്നുള്ള ഒരു കൺസെപ്റ്റിൽ CP ജോൺ എന്ന് പറയുന്ന CMPയുടെ MV രാഘവൻ്റെ തിരുത്തൽവാദി വാദമൊക്കെ പറഞ്ഞിരുന്ന MV രാഘവൻ്റെ പാർട്ടിയുടെ CMPയുടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള, സംസ്ഥാന ചെയർമാനും പ്രസിഡൻ്റ്, അതായത് സംസ്ഥാന നേതാവായിട്ടുള്ള CP ജോണിനെയാണ് UDF അവിടെ പരീക്ഷിക്കാൻ പോകുന്നത്. തിരുവമ്പാടിയും അവർ ചോദിച്ചിരുന്നൊരു സീറ്റാണ് തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരത്ത് കിട്ടുകയാണെങ്കിൽ CP ജോൺ ആയിരിക്കും മത്സരിക്കുന്നത്. CP ജോൺ നേരത്തെ മത്സരിച്ച് കോഴിക്കോട്ട് കുന്നംകുളത്ത് തൃശ്ശൂർ കുന്നംകുളത്ത് മത്സരിച്ച് തോറ്റുപോയി. നാമമാത്രമായ 600 വോട്ടിനാണ് തോറ്റുപോയത്. ഒരു ചെറിയാൻ ഫിലിപ്പ്, ജെയ്ക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഇദ്ദേഹം മിടുക്കനാണ്, ബുദ്ധിജീവി. വേണ്ടി വന്നാൽ നമുക്കൊരു കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം SFIയിൽ ഉണ്ടായിരുന്നു, KSFിലും KSYFിലൊക്കെ ഉണ്ടായിരുന്നു. SFIയുടെ വലിയ നേതാവായിരുന്നു. തോമസ് ഐസക്കിൻ്റെയൊക്കെ സമകാലികനാണ്. ഒരു UDFിലെ ഇടതുപക്ഷ ബുദ്ധിജീവി എന്ന് പറയാം. പിന്നെ പ്ലാനിംഗ് ബോർഡ് മെമ്പറായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഒരു ഭാവനാപരമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഒരു മാന്യനാണ്, മിടുക്കനാണ്, നല്ല മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം മത്സരിക്കുകയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തീരദേശം ഉൾപ്പെടെയുള്ള ആളുകൾ ഉള്ള ഒരു സ്ഥലമാണ്. തീരദേശം വേണമെങ്കിൽ CP ജോൺ എന്ന് പേര് കേൾക്കുമ്പോൾ അവർ വേണമെങ്കിൽ സാമുദായികമായിട്ടൊക്കെ ചിലപ്പോൾ കുറേ വോട്ട് കൊടുത്തേക്കാം. പക്ഷേ എങ്കിൽ പോലും ഹിന്ദുക്കൾക്കും നല്ല വോട്ടുണ്ട് അവിടെ. ഈ തീരദേശത്ത് ക്രിസ്ത്യാനികൾക്കും തീരദേശ കമ്മ്യൂണിറ്റിക്കും മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ വോട്ടുണ്ട്. അവിടെ CP ജോൺ എത്ര കണ്ട് സക്സസ് ആവും എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അത് ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഒരു UDF ട്രെൻഡ് കേരളത്തിൽ കിടക്കുന്ന സാഹചര്യത്തിൽ, ആൻ്റണി രാജു ഇല്ലാത്ത സാഹചര്യത്തിലൊക്കെ നമുക്കത് പറയാൻ കഴിയും. എന്താണെന്ന് അറിയില്ല. പക്ഷേ കൃഷ്ണകുമാർ ആയിരിക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ കരമന ജയൻ. എന്തായാലും കൃഷ്ണകുമാറിനായിരിക്കും മിക്കവാറും. ശ്രീലേഖ IPS മത്സരിക്കുന്ന വട്ടിയൂർക്കാവിലാണ് കൃഷ്ണകുമാർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നതെങ്കിലും വട്ടിയൂർക്കാവിൽ ഒരുപാട് കുഞ്ഞു പരിപാടികളിൽ കൃഷ്ണകുമാർ പോവുകയും വട്ടിയൂർക്കാവിൽ മത്സരിക്കാനുള്ള അച്ചാരം വാങ്ങി എല്ലാ പ്രവർത്തനവും സിനിമാ നടൻ കൃഷ്ണകുമാർ ചെയ്തിരുന്നെങ്കിലും അവസാനം മുകളിൽ നിന്നുള്ള കൃത്യമായ ഉത്തരവ് അല്ലെങ്കിൽ കൃത്യമായ നിർദ്ദേശം ശ്രീലേഖ IPSന് വന്നപ്പോൾ അവർ ചുവരെഴുതി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു വട്ടിയൂർക്കാവിൽ. അപ്പോൾ ഇനി വട്ടിയൂർക്കാവിൽ കൃഷ്ണകുമാറിന് സാധ്യതയില്ല. കൃഷ്ണകുമാർ മത്സരിക്കാൻ പോകുന്നത് തിരുവനന്തപുരം സെൻട്രലിലായിരിക്കും. അതായത് കഴിഞ്ഞ പ്രാവശ്യം ആൻ്റണി രാജു ജയിച്ച, നേരത്തെ VS ശിവകുമാർ ജയിച്ച സ്ഥലത്താണ്. അവിടെ ഒരു പ്രത്യേകതയുള്ളത്, വലിയ വോട്ട് BJPക്ക് ഉണ്ട്. BJPക്ക് വോട്ട് കുറവുള്ള സ്ഥലമല്ല. അതുകൊണ്ട് BJP ജയിക്കുമോ, കൃഷ്ണകുമാർ ജയിക്കുമോ? കൃഷ്ണകുമാർ ഒരു പ്രാവശ്യം അവിടെ മത്സരിച്ച ആളുമാണ്. അത് കഴിഞ്ഞ് കൊല്ലത്ത് പോയി മത്സരിച്ച്, കൊല്ലം പാർലമെൻറ്റിലും മത്സരിച്ച് തോറ്റു. തിരുവനന്തപുരത്ത് സെൻട്രലിൽ ഒരു പ്രാവശ്യം മത്സരിച്ച് തോറ്റ ആളാണ്. പക്ഷേ രണ്ടാമത് നിൽക്കുമ്പോൾ അദ്ദേഹം ഒരു സിമ്പതി ഫാക്ടറൊക്കെ കൂടെ വർക്ക് ചെയ്ത് ജയിക്കുമോ? അതോ CP ജോൺ ഒരു ബുദ്ധിജീവിയായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു ചിന്തകനായിട്ടുള്ള ഡിബേറ്റുകളിലും ചർച്ചകളിലൊക്കെ ശക്തമായി വരുന്ന CP ജോൺ ജയിക്കുമോ? അതോ ഇവരെ വെട്ടിക്കൊണ്ട് കോൺഗ്രസിൻ്റെ, ഇടതുപക്ഷത്തിൻ്റെ ആരാണിപ്പോൾ വരുന്നതെന്നറിയത്തില്ല. ഇനി CPM ആ സീറ്റ് എടുക്കും എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ CPMൻ്റെ ആരെങ്കിലും, കരമന ഹരിയോ തുടങ്ങിയിട്ടുള്ള ആരെങ്കിലും വരുമോ? MV ജയകുമാർ, കരമന ഹരി, ഇങ്ങനെ ഒത്തിരി പേരുണ്ടല്ലോ CPMൻ്റെ ആരെങ്കിലും വരുമോ എന്നും നമുക്കറിയില്ല. അവർ വന്നാലും, അങ്ങനെ ആരെങ്കിലും വന്നാലും
സാധ്യത കിടക്കുന്നത് CP ജോണിനും അതുപോലെ തന്നെ കൃഷ്ണകുമാറിനും ആണ് സാധ്യത. കാര്യം BJPക്ക് ഒരു സാധ്യതയുണ്ട്. CP ജോൺ UDFൻ്റെ മൊത്തത്തിലൊരു ട്രെൻഡ് കേരളത്തിൽ കിടക്കുന്നതിൻ്റെ ഭാഗമായും ഈ CP ജോണിൻ്റെ ബുദ്ധിജീവി പരിവേഷവും ഒക്കെ കൂടെ വെച്ചിട്ട് അദ്ദേഹം പ്ലാനിംഗ് ബോർഡ് മെമ്പറൊക്കെ വെച്ചിട്ടുണ്ട് വരും. പക്ഷേ ഒരു പ്രശ്നം കിടക്കുന്നത് CP ജോൺ അവിടെ സ്ഥാനാർത്ഥിയാകുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രത്യേകിച്ച് മണക്കാട് സുരേഷിനൊക്കെ അവിടെ സ്ഥാനാർത്ഥിത്വത്തിൽ മോഹമുണ്ട്. മണക്കാട് സുരേഷ്, പിന്നെ BS ശിവകുമാർ, ഇനി MM ഹസൻ തന്നെ ചിലപ്പോൾ അവിടെ മത്സരിച്ചാലോ, അരുവിക്കര അല്ലെങ്കിൽ MM ഹസന് തിരുവനന്തപുരം വെസ്റ്റ്, ഈ പഴയ വെസ്റ്റ് അതായത് സെൻട്രൽ കൊടുത്താലോ, അങ്ങനെയൊക്കെ മോഹമുണ്ടെങ്കിൽ അത് വേണം സാറ്റിസ്ഫൈ ചെയ്യാൻ എന്നുള്ള രീതിയിൽ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ നിന്നും യൂത്ത് കോൺഗ്രസിൻ്റെ ഇടയിൽ നിന്നും CP ജോണിനെതിരെ മുറുമുറുപ്പുകൾ വന്നിട്ടുണ്ട്. അത് ചില പരസ്യ പ്രസ്താവനകളുമൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇനി അതെങ്ങനെ വരും എന്ന് നമുക്കറിയില്ല. കാരണം എല്ലാവരും ഇത് UDF വരും എന്നൊരു ട്രെൻഡ്, ഒരു വല്ലാത്തൊരു അവസ്ഥ, UDF വരും എന്നൊരു ചർച്ച കേരളത്തിൽ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ UDFനകത്തും സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി വലിയ മത്സരമാണ് നടക്കുന്നത്. അവിടെ ജാതി, മതം, വർഗം, ഗോത്രം, അതുപോലെ തന്നെ ഈ ബന്ധങ്ങൾ, യുവത്വം, മഹിളാ പരിപാടികൾ, അതിലുപരി ഘടകകക്ഷികൾ എല്ലാവരും കൂടി വലിയ സമ്മർദ്ദമാണ് അതിനകത്തുള്ളത്. നേരത്തെ പറഞ്ഞത് ഞങ്ങൾ 5 നിമിഷം കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് ഇതാ പുട്ട് അവിച്ചിറക്കും പോലെ, പപ്പടം ചുടുന്നത് പോലെ ഞങ്ങൾ ഇതാ സ്ഥാനാർത്ഥിത്വം വരുന്നു എന്ന് പറഞ്ഞെങ്കിലും ഇടിച്ചു നിൽക്കുകയാണ് ചർച്ച. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായിട്ട് 10 സീറ്റിൻ്റെ പേരിൽ അവർക്ക് 7 സീറ്റേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ ചർച്ച വഴിമുട്ടിയിട്ടുണ്ട്. ഈ CMPക്ക് ഈ തിരുവനന്തപുരം സീറ്റ് കൊടുക്കണോ വേണ്ടേ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചയുണ്ട്. കൊല്ലത്ത് RSPക്ക് ഏതൊക്കെ സീറ്റ് കൊടുക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ചകളുണ്ട്. ആകപ്പാടെ തർക്കമില്ലാത്തത് ലീഗുമായിട്ടാണ്. കാരണം ലീഗിന് പരമ്പരാഗതമായ സീറ്റുണ്ട്, അത് അവർക്ക് എടുക്കാനും അറിയാം, അവർക്ക് ജയിപ്പിക്കാനും അറിയാം. അത് പോയിട്ടുള്ള ബാക്കി ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നു വരുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് CP ജോൺ തിരുവനന്തപുരത്ത് മത്സരിക്കും എന്നൊരു വാർത്ത വലിയ രൂപത്തിലാണ് ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. CP ജോൺ ആയിരിക്കുമോ മത്സരിക്കുന്നത് തിരുവനന്തപുരത്ത്? അങ്ങനെയാണെങ്കിൽ തിരുവമ്പാടിയിൽ ആര് മത്സരിക്കും? അങ്ങനെ CP ജോൺ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ ആ സീറ്റിൽ പകരം നിൽക്കുന്ന BJP കാൻഡിഡേറ്റായിട്ടുള്ള കൃഷ്ണകുമാറും LDFന് വേണ്ടി വരുന്ന സ്ഥാനാർത്ഥിയും, ഇനി LDFന് വേണ്ടി കേരള കോൺഗ്രസിൽ നിന്ന് തന്നെ ആൻ്റണി രാജുവിൻ്റെ തന്നെ ബന്ധത്തിലുള്ള ആരെങ്കിലും മത്സരിക്കുമോ, അതോ ഏതെങ്കിലും സ്വതന്ത്രനായിട്ടുള്ള ആരെങ്കിലും CPMനും ആൻ്റണി രാജുവിനും എല്ലാവർക്കും കൂടി സമ്മതനായിട്ടുള്ള ഒരു സ്വതന്ത്രൻ മത്സരിക്കുമോ എന്നും അറിയില്ല. എന്തായാലും തിരുവനന്തപുരം സെൻട്രൽ CP ജോണുണ്ട്, കൃഷ്ണകുമാറും ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. മൂന്നാമൻ ആരെന്നറിയില്ല. ആരായാലും ശക്തമായ ത്രികോണ മത്സരമായിരിക്കും തിരുവനന്തപുരം സെൻട്രലിലും നടക്കാൻ പോകുന്നത്.